ഒരു പെൺകുട്ടിക്ക് അവളുടെ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നീട് അവൻ മറ്റോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നത് ആളെന്തോ പ്രതികരിച്ചു. നമ്മളൊരു പുണ്ണാക്ക് പ്രതികരിച്ചില്ല. തന്തയ്ക്കും വേണ്ട തള്ളയ്ക്കും വേണ്ട ഭർത്താവ് എന്ന് പറഞ്ഞ ഉണ്ടാക്കി അവൻ വെറും കിഴങ്ങനുമായി. അവനെ കൊണ്ട് ഒരു പുണ്ണാക്കിന് കഴിയാത്തവന്മാരെ ഇങ്ങനെ അഴിച്ചു വിട്ടയക്കുന്നത്. അതൊന്നും കുറച്ച് അദ്ദേഹത്തിന് കിട്ടിയല്ലോ. ഇതിനും കിട്ടുമായിരുന്നു. ഇത് രാജ്യരാമാണ് കയറി പിണറായിക്ക് മറ്റേത് അയച്ചു കൊടുത്തല്ലേ. നമസ്കാരം. ബസ് യാത്രക്കിടെ യുവതിയോട് ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം ദിവസമായിട്ട് പലതരത്തിലുള്ള വീഡിയോകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു വീഡിയോ പ്രചരിക്കുകയും അതിൽ മനനൊന്ത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അതിഗുരുതരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളോട് മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ, മെൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സാർ, ഇങ്ങനെ ഒരു വാർത്ത കേട്ടായിരുന്നല്ലോ? കേട്ടായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ മാനസികമായിട്ട് നല്ല വിഷമമുണ്ട്. ഞാൻ ഉള്ളുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിക്ക് അവളുടെ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ കേരളം അധപ്പതിച്ചിരിക്കുകയാണ്. പോലീസ് ഇവിടെ ചെരക്കാനാണോ ഇരിക്കുന്ന ഒരു സംശയമുണ്ട്. കാര്യം തൊട്ടു മുന്നേ ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ അപ്സ അങ്ങനെ എന്താ പറയുന്ന ഒരു എന്താ പറയാ, ഇതിനൊക്കെ വളരെ മോശം വാക്കുകളാണ് വായിൽ വരുന്നത്. അത് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് പോയപ്പോ ഒരു ബസ്സിൽ ഇരുന്നിട്ട് ഇതുപോലൊരു പോക്കൃത്തം കാണിച്ചു. അതും സോഷ്യൽ മീഡിയ വൈറലാവാൻ വേണ്ടിയാണെന്നുള്ള വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ DGPക്ക് ഒരു പരാതി കൊടുത്തു. അതിന്റെ നടപടി ഇതേവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ആള് ഒരു മുസ്ലിം പെൺകുട്ടി ഇപ്പൊ 2 ദിവസം മുമ്പ് വീഡിയോ ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതിനെതിരെ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു അതിനു വേണ്ടി വീഡിയോ ചെയ്യാൻ. കാരണം ഒരുപാട് പേര് പറഞ്ഞു അതിനെതിരെ പ്രതികരിക്കാം. ഞാൻ പ്രതികരിക്കാത്തതിന്റെ കാരണം പുരുഷന്മാരെ ഭൂരിഭാഗം വാഴകളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കോൾ എന്നെ വിളിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അയാൾ മരിക്കുന്നതിന് മുൻപേ ഒരു വാക്ക് എന്തുകൊണ്ട് എന്നെ ഒന്ന് വിളിച്ചുകൂടാ? കാര്യം വിളിച്ചിരുന്നുവെങ്കിൽ ഇവളെ ജയിലിനകത്താക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനും തയ്യാറാക്കിയിട്ടിരിക്കുകയാണ് ഞാൻ. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഇന്ന് അറിയുന്നത് ഇന്ന് അദ്ദേഹം മരിച്ചു എന്ന്. ഈ മരിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടത്. അത് ഞാൻ വളരെയധികം മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ മലയാളി വാർത്ത എന്നെ വിളിക്കുമ്പോഴും ഞാൻ നല്ല രീതിയിലല്ല സംസാരിച്ചത്. കാര്യം ആ മാനസികാവസ്ഥ അല്ല ഞാൻ. മറ്റുള്ള പുരുഷന്മാരെ എന്താ പറയാ, മറ്റുള്ളവർ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂരിഭാഗം അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ അല്ല. എനിക്ക് പുരുഷന്മാർക്ക് എന്തെങ്കിലും ഒരു വേദന സംഭവിച്ചാൽ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ അവർ ആത്മഹത്യ ചെയ്താൽ, ഞാൻ എന്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ എന്റെ മകന്, എന്റെ മറ്റു ഫാമിലിയിൽ വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചതുപോലെയാണ് ഞാൻ കാണുന്നത്. അത്രത്തോളം വേദനിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനിപ്പോ കോഴിക്കോടോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ പെൺകുട്ടി എന്ത് തെമ്മാടിത്തരമാണ് കാണിച്ചിരിക്കുന്നത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അയാളുടെ മുഖം കാണുന്ന രീതിയിൽ ആദ്യം വീഡിയോ എടുത്തു. വീഡിയോ എടുക്കുമ്പോൾ നമുക്കറിയാം ഇയാളുടെ അടുത്തല്ല നിൽക്കുന്നത് ഈ പെൺകുട്ടി. പിന്നീട് അവളുടെ എന്താ പറയാ, അവളുടെ നെഞ്ചിന്റെ ഭാഗം അവള് കൈ കൊണ്ട് ഉരസുകയാണ്. ഇതൊക്കെ പച്ചയ്ക്ക് പറയേണ്ട കാര്യങ്ങളാണ്. അവൾ അങ്ങോട്ട് ഉരസി അയാളെ തിരിച്ചയാൾ തട്ടിയിട്ടാണെങ്കിൽ പോവുകയാണ്. ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയുള്ള എന്താ പറയാ, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ അയാള് ഒരു പെൺകുട്ടി അങ്ങോട്ട് തമ്മിട്ടുമ്പോ കൂടുതലായിട്ട് അവിടെ നിന്ന് എല്ലാം ചെയ്തിട്ടേ പോകും. അതാണ് സത്യം. പിന്നെ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തട്ടി ഉരസിക്കൊണ്ട് നിന്നാ തിരിച്ച് പ്രതികരിക്കാത്ത അവനെ ഇല്ലേ സാധനം? അവൻ പുണ്ണാക്കുന്നല്ല. ആണുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് തട്ടി അവനതാ വികാരം ഉണ്ടാവണം. ഉണ്ടായില്ല പിന്നെ അവനെന്താണ്? അങ്ങോട്ട് ചെന്ന് മുട്ടി ഉരസി അവന്റെ പിന്നീട് അവൻ മറ്റോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നത് ആളെന്തോ പ്രതികരിച്ചു. നമ്മളൊരു പുണ്ണാക്ക് പ്രതികരിച്ചില്ല. അയാൾ തട്ടിയിട്ട് എന്തോ ഒരു വൈരാഗ്യമാണ് അയാൾ തട്ടിയിട്ട് പോയത്. അയാൾ ഇങ്ങനെ ഒന്ന് നോക്കി സൈഡ് നോക്കിയിട്ട് നിനക്ക് ഇത്ര കഴപ്പാണോടി എന്ന് നോക്കിയിട്ടായിരിക്കും അയാൾ ഒരു തട്ടും തട്ടിയിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ആ ഇറങ്ങിപ്പോയപ്പോ അവളുടെ മുഖഭാവം എന്തായിരുന്നു? അവളെ മുഖം കറുത്തു. അവൾ വിചാരിച്ച വേറെ എന്തൊക്കെ കൂടുതൽ കിട്ടുമെന്നാണ്. ഇതുപോലുള്ള തന്തയ്ക്കും വേണ്ട തള്ളയ്ക്കും വേണ്ട ഭർത്താവ് എന്ന് പറഞ്ഞ ഉണ്ടെങ്കിൽ അവൻ വെറും കിഴങ്ങനുമായി. അവനെ കൊണ്ട് ഒരു പുണ്ണാക്കിന് കഴിയാത്തവന്മാരെ ഇങ്ങനെ അഴിച്ചു വിട്ടയക്കുന്നത്. ഇന്ന് ഈ പെണ്ണിനെന്ന് പറഞ്ഞാൽ പെണ്ണിന് എന്ത് തോന്നിയവാസമാവാം. ഇവിടെ ഒരു മന്ത്രിസഭ എന്ന് പറഞ്ഞ ആഭ്യന്തര മന്ത്രിക്ക് ഒപ്പമുണ്ട്. ഞാനും കൂടി വോട്ടിട്ട് അയാൾ ഇവിടെ കയറിയിരിക്കുന്നത്. ഏതെങ്കിലും പെണ്ണുങ്ങള് അതും പൊക്കി പിടിച്ചുണ്ടാക്കാൻ പോണ അയാള് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി നോക്കണം. അതാണ് ചെയ്യേണ്ടത്. ഞാൻ DGPക്ക് ഒരു പരാതി ഒരു പുണ്ണാക്കം നടന്നില്ല. എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും എന്താ പറയാ, അവളൊന്നും അതിജീവിതമാരില്ല. ഇവളൊക്കെ മറ്റേ എന്താ പറയാ രതിജീവിതമാര് ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത് നടപടി അപ്പോൾ ഉണ്ടാവും, അഴിച്ചു പോകും.
ആ നേരത്തൊക്കെ കുറച്ച് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണോ? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അല്ലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവന്മാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. നീയൊക്കെ എന്ത് വലത്താണ് ഇവിടെ ഇരിക്കണേ? നീയൊക്കെ സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. നിന്നെയൊക്കെ കൊണ്ട് അല്ലാതെ വേറെ ആർക്കും ഒരു ഗുണവുമില്ല. ഇതുപോലുള്ള ആത്മഹത്യയെങ്കിലും ഒഴിവാക്കും. ഒരു പരാതി കിട്ടിയ ഒരു നടപടി എടുക്കുക. ഏതെങ്കിലും ഒരു പെണ്ണിനെതിരെ ഒരു പരാതി കൊടുത്ത ഒരു നടപടി ഈ പോലീസ് എന്ന് പറഞ്ഞ വാഴ എടുത്തിട്ടുണ്ടോ? ഈ മരിക്കാൻ പോയവന്മാർ ഒരു കോൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ പ്രശ്നം തീരില്ലേ? അല്ലെങ്കിൽ ഇവന്മാർക്കെതിരെ ഒരു നടപടി ഉണ്ടാക്കണം എന്നൊരു തീരുമാനം എടുക്കാത്ത ഇനി എന്തിനു പറയുന്നു? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് പക്ഷേ ഇന്ന് ഈ കേരളത്തിലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ബുധനാഴ്ച ഒരു റാലി നടത്താൻ വേണ്ടി തീരുമാനിച്ചു ട്രിവാൻഡ്രത്ത്. ആ റാലിയിൽ വരാൻ വേണ്ടിയിട്ട് എത്ര പേരുണ്ട്? സോഷ്യൽ മീഡിയകളും തള്ളാൻ വേണ്ടിയാണെങ്കിൽ ഒരുപാടെണ്ണമുണ്ട്. പുരുഷന്മാരുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെരുവിലിറങ്ങിയാൽ പോലും അത് വിജയിക്കില്ല. എന്നാലും അത് തെരുവിലിറങ്ങി വിജയിപ്പിച്ച് കാണിച്ചു തരാൻ ഞാൻ സെക്രട്ടറിയേറ്റ് വളയണം, DGP ഓഫീസിൽ വളയണം, ജയിലവിടെ ആവട്ടോ. എന്തിനാ പേടിക്കണേ? അങ്ങനെ ധൈര്യമായിട്ട് നിൽക്കണം, ചങ്കുറപ്പോട് കൂടി നിൽക്കണം, നിന്ന് വേണം പൊരുതി വിജയിക്കാൻ. ഇന്ന് പെണ്ണുങ്ങൾ ഇന്ന് എന്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ അവർക്ക് കുറച്ചുകൂടി സോഫ്റ്റ് കൗണ്ടർ ഉണ്ടാവും. ഒരു ഇമെയിൽ അയച്ചാൽ മതി, പ്രശ്നം തീരും. ആ പാവാട പൊക്കിയത് ഇപ്പൊ ജയിലിലാണല്ലോ. കഴപ്പ് തീരെ വന്നത് ഭർത്താവ് ഉള്ളവരാണ് ഗൾഫിൽ നിന്ന് ഇവന് കയറാൻ വേണ്ടി വന്നത്. ഇവിടെ കയറിയവനോട് കുഴപ്പം, സുഖിച്ചവർക്ക് കുഴപ്പമില്ല. അതാണ് നമ്മുടെ കേരളം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. പുരുഷന്മാർ ഇനിയെങ്കിലും ഒക്കെ നീയൊക്കെ ഒന്ന് ഇറങ്ങ പുറത്ത്, ഒന്ന് വാതുറക്കും. നിന്റെയൊക്കെ മാന്യതയെ വെച്ചോണ്ടിരുന്നാൽ വേണമെങ്കിൽ പറയാം ഞാൻ തെറി വിളിക്കുന്ന മാന്യമായിട്ട് സംസാരിക്കാൻ. ഇവിടെ ഏത് പെണ്ണാണോ മാന്യമായിട്ട് സംസാരിക്കുന്നത്? ഒന്ന് കണ്ടിട്ടുണ്ടോ? ഒന്ന് ട്രെയിനിലോ ബസ്സിലോ ഒക്കെ കയറി നോക്ക്, തെറി വിളി കേൾക്കാം. ഞാൻ വിളിക്കുന്നതിന്റെ എത്രയും മടങ്ങാണ്. മനസ്സിലായില്ലേ? വീട്ടിന്റെ അറയ്ക്കകത്തിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിലിരുന്നോ നീയൊക്കെ തള്ളും പോലെ അല്ല. നിന്നെയൊക്കെക്കാളും ഒക്കെ മാന്യനായിരുന്നത് തന്നെ. പക്ഷെ ആ മാന്യത കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഇപ്പൊ ഈ രീതിയിൽ സംസാരിക്കേണ്ടി വരുന്നത്. ഇതൊക്കെ എന്റെ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. സ്ത്രീകളുടെ സപ്പോർട്ട് പോലും കിട്ടുന്നത്. എത്രയോ സ്ത്രീകൾ എനിക്ക് പിന്തുണ തരുന്നുണ്ടല്ലോ. പിന്തുണ മാത്രമല്ല, അവർ തെരുവിൽ വരാൻ വേണ്ടി തയ്യാറായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോഴൊക്കെയാണ് നിനക്കൊക്കെ അഭിമാനം. വല്ല രാഷ്ട്രീയക്കാർക്ക് വേണമെങ്കിൽ കൊടി പിടിക്കാൻ പോകും. പിന്നെ വേറെ ഏതെങ്കിലും പെണ്ണിന് വേണ്ടിയിട്ട് നീയൊക്കെ പോകും, തല്ലുകൂടും. ഞാൻ പറയുകയാണ്, ഇതാ ഈ പെണ്ണിന്റെ വീട്ടിൽ കയറി അടിക്കും. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അല്ല, മുൻപ് മറ്റേ അപ്സ ഏതോ തമിഴിനെ ഹിന്ദിക്കാരനെ വെച്ചാണ് കളിച്ചത്. അവൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ കളിച്ചത്. ഇത് കളിച്ചതുകൊണ്ടല്ലോ, ഇത് വെറുതെ ആവില്ല. നീ മണ്ട അടിച്ച് കിറോന്നറ കയറിയിരിക്കും. ഇനി അതിനു വേണ്ടി ഇനിയിപ്പോ ഒരു കേസ് വേണമെങ്കിൽ പറഞ്ഞോളാം, ജയിലിലും കിടന്നോളാം. പിന്നെ ഒരു കൺട്രോൾമെന്റ് AC ഉണ്ട്, മറ്റേ സ്റ്റുവർട്ട് കില്ലറോ എന്തോ കോപ്പ്. പിന്നെ അവൻ എനിക്കായാലും ഒരു കേസ് എടുത്തു. എടോ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നീ എന്ത് മറ്റേ ഒരു എന്താ രമ്യ കോപ്പ് അവളുടെ ഒരു മറ്റേ കോപ്പിലെന്ന് പറഞ്ഞിട്ട് എനിക്ക് പരാതി എടുത്തത്, കേസ് എടുത്തത്. നിനക്ക് നടനുണ്ടോ? ഇതുപോലുള്ള കേസ് നീ എന്താ ചെയ്യാത്ത? ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഉള്ളതാണ്. എന്നെ വെച്ച് ക്രിമിനൽ എന്താ അവിടെ ഗുണ്ടായിട്ടില്ല എടുത്തിരിക്കണം. നീയൊക്കെ ഉണ്ടാക്കണം, എനിക്കൊന്ന് കാണണം. എന്നെ ചെരച്ചുകളാ അല്ലെങ്കിൽ എന്നെ കൊന്നുകളാ. ഇതിപ്പോ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാവും, ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അതും രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരുമിച്ച് യോജിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം കോടതി അടക്കം അതൊരു കുറ്റമാണ് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. കോടതി അങ്ങനെ പലതും പറയും. കോടതികൾ പോയി പോലീസും കോടതിയും ഒക്കെ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള കേസുകളിൽ നേരെ തിരിച്ച് കേസെടുക്കണം. ഭർത്താവിനെയും കളഞ്ഞിട്ട് നേരെ ഇവിടെ വന്ന് ഫ്ലൈറ്റിൽ കയറി ഇവിടെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയാൾക്ക് എന്താ പറയാ, അയാളുടെ കിടപ്പറ പങ്കിട്ടിട്ട് ആ കഴപ്പിന് വേണം കേസെടുക്കാൻ. അല്ലാതെ ഇവിടെ വന്ന് ഇയാളെ മൂപ്പിച്ചാലല്ല കേസെടുക്കേണ്ടത്. കേസെടുക്കാൻ നടപടി ഉണ്ടാവും. കോടതിയും അത് അറിയണം. സാധാരണ കീഴ്ക്കോടതികളൊന്നും ഇത് കൊടുക്കാറില്ല. അത് മേൽക്കോടതി പോയാലേ നടക്കും. അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ കോടതികളും കുറെ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ കുറെയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആദ്യത്തെ 2 കേസിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് കിട്ടിയല്ലോ. ഇതിനും കിട്ടുമായിരുന്നു. ഇത് രാഖി രാമേണം കയറി പിണറായിക്ക് മറ്റേത് അങ്ങ് അയച്ചു കൊടുത്തതല്ലേ. അപ്പൊ അങ്ങേർക്ക് സംഭവം എന്താ, ഞാൻ പറഞ്ഞത് ശരിയാവില്ല. അയാൾക്ക് ഉടനെ പെണ്ണിന്റെ മറ്റേ ഇതങ്ങ് കയറിപ്പോയി. അതാണ് സംഭവം. അതിൽ കൂടുതൽ ഞാനൊന്നും ആ കേസിൽ പറയുന്നില്ല. അതുകൊണ്ടാണ് പാതിരാത്രി വെളുപ്പിനെ അറസ്റ്റ് ചെയ്തതും അയാളെ ജയിലിലാക്കിയത്. ഇതിലൊന്നും ഒരു കാര്യമല്ല. അയാളെ ആ പാട്ടും പാടി ജയിക്കും. ഇനി അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് പറ്റിയ ഞാനും പോയി വർക്ക് ചെയ്യും.